നമസ്കാരം, ഞാൻ സുമൻ കുമാറാണ്. ആംഗ്രി ബേഡ്സിനെ എങ്ങനെ വരയ്ക്കാം നോക്കാം. ജസ്റ്റ് ഞാൻ ആംഗ്രി ബേഡ്സിനെ ഞാൻ എടുക്കുകയാണ്. പിക്ചർ എടുത്തു. ഈ ഒരു പിക്ചർ, ഈ ആംഗ്രി ബേഡ്സിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം നോക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കുക. നോക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ വന്നു. ഞാൻ ആദ്യം നോക്കുക, എലിപ്സ് ടൂൾ എടുത്ത് വരച്ചു. ബ്ലാക്ക് കളർ ഫില്ല് ചെയ്യുന്നു. ഞാൻ കണ്ണിൻ്റെ പോർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എഡിറ്റിൽ കോപ്പി, എഡിറ്റ്, പേസ്റ്റ് ഇൻ ഫ്രണ്ട് പറയുക. പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ശകലം ചെറുതാക്കുക. അതിനുശേഷം വൈറ്റ് കളർ കൊടുക്കുക. ഓക്കെ, എന്നിട്ടൊരു സൈഡിലേക്ക് ശകലം ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഞാൻ കണ്ണിൻ്റെ ആ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഞാൻ സൈഡിലേക്ക് സെറ്റ് ചെയ്തു. അതിനുശേഷം അതിനകത്ത് മറ്റേ ഐബാൾ വരയ്ക്കുന്നു. അതിനുവേണ്ടി നമ്മളിവിടെ റെക്റ്റാങ്കിൾ ടൂള്, എലിപ്സ് ടൂൾ എടുത്തു, ബ്ലാക്ക് കളറ്. അതിനുശേഷം ഇതിൻ്റെ ഒരു കോപ്പി ആൾട്ട് പ്രസ് ചെയ്തതിനു ശേഷം വൈറ്റ് ആക്കിയിട്ട് ശകലം ചെറുതാക്കുക. ഒരു സൈഡിലേക്ക് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അതിനകത്തൊരു ഷെയ്ഡുണ്ട്. ഇതാക്കണ്ടോ, ഈ ഷെയ്ഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജസ്റ്റ് ഇതിനെ കോപ്പി എടുത്ത് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു കളറ്, ഗ്രേ കളർ സെറ്റ് ചെയ്യാം. ആൾട്ട് പ്രസ് ചെയ്ത് ഒരു കോപ്പി എടുക്കുക. അതിനുശേഷം ഇതിലായിട്ട് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വിൻഡോയ്ക്കകത്ത് പാത്ത് ഫൈൻഡർ എന്ന് പറയും. പാത്ത് ഫൈൻഡർ കണ്ടോ, ജസ്റ്റ് എടുക്കുക. എടുത്തതിന് ശേഷം ഇവിടെ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഡിവൈഡ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ യൂണിറ്റ്, അതുപോലെ തന്നെ മൈനസ് ഫ്രണ്ട് കണ്ടോ, അതുപോലെ തന്നെ ഇൻസേർട്ട്. അപ്പോൾ നമുക്ക് മൈനസ് ഫ്രണ്ട് മതി. ജസ്റ്റ് മൈനസ് ഫ്രണ്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് കളറ് നോക്കിയിട്ട് ഓക്കെ, ശകലം കൂടെ ലൈറ്റാണ്. ഓക്കെ, സെറ്റ് ചെയ്ത്. അപ്പോൾ നമുക്കൊരു കണ്ണിൻ്റെ പോർഷൻ നമുക്ക് കിട്ടി. ഇതിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യാൻ ഗ്രൂപ്പ് ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുന്നു. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് എടുക്കുക. ആ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ പ്രിവ്യൂ കോപ്പി പറയുക. അപ്പോൾ എനിക്കെന്തായി, ഒരു കോപ്പി കിട്ടി. കണ്ടോ, ജസ്റ്റ് ഞാനത് ജസ്റ്റ് കുറച്ച് അടുത്തേക്ക് വയ്ക്കുന്നു. ഓക്കെ, വരികെ കണ്ണ് റെഡി ആയിട്ടുണ്ട്. കണ്ണിനെ ഒന്ന് ശകലം സ്കെയിൽ ചെയ്തു. ഇത്രയും വേണ്ട, ഒരു ശകലം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പുരികത്തിൻ്റെ ആ പോർഷൻ നമുക്ക് വരയ്ക്കാം. അതിന് വേണ്ടി ഞാൻ പെൻ ടൂൾ എടുക്കുന്നു. എടുത്തതിന് ശേഷം സെറ്റ് ചെയ്തു. ബ്ലാക്ക് കളറാണ്. ഓക്കെ, ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് കോപ്പി പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിവിടെ കോപ്പി പറഞ്ഞപ്പോഴത്തേക്കും ഈ കോപ്പി ആയത് നോക്കേ, ഇത്ര മാത്രമേ കോപ്പി ആയിട്ടുള്ളൂ. കണ്ടോ, അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പെൻ ടൂൾ വെച്ച് വരച്ചതിന് ശേഷം ഒന്ന് പുറത്ത് പോയി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. ട്രാൻസ്ഫോം റിഫ്ലക്റ്റ് കോപ്പി പറയുക. കറക്റ്റായിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, ഗ്യാപ്പ് നോക്കിക്കണം, സൂം ചെയ്ത്. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ പാത്ത് ഫൈൻഡറിൽ പോയിട്ട് എന്ത് കൊടുക്കുന്നു, യൂണിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഒറ്റ ഒബ്ജക്റ്റായിട്ട് മാറി. കണ്ടോ, അപ്പോൾ എനിക്ക് ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ഇത് വേണ്ട. ഇവിടെ ഒരു കർവിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പെൻ ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ ആൾട്ട് പ്രസ് ചെയ്ത് ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ, ഈ ലൈനിൽ അപ്പോൾ കുറച്ച് കർവായിട്ട് നമുക്ക് ബെൻഡ് ആവും. കണ്ടോ, ആ ഓപ്ഷൻസ് കറക്റ്റായിട്ടുണ്ട്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക, ഒന്ന് താഴോട്ട് സെറ്റ് ചെയ്യാം. 2 പോയിന്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും പൊക്കം നമുക്ക് വേണ്ട, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പുറമേ ഉള്ള റെഡ് കളർ വേണം നമുക്ക്. അതിനുവേണ്ടി ഞാനിവിടെ എലിപ്സ് ടൂൾ എടുത്തിട്ട് വരച്ചു കൊടുക്കുന്നു. എന്നിട്ട് റെഡ് കളർ ഫില്ല് ചെയ്യുക. ഇത് ഏറ്റവും ബാക്കിലേക്ക് പോകാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ അറേഞ്ച്
സെൻഡ് ടു ബാക്ക് കേട്ടോ. അവിടെ സെൻഡ് ടു ബാക്ക്വേഡ് ഉണ്ട്, ബ്രിങ് ഫോർവേഡ് ഉണ്ട്, ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ട്. നമുക്ക് സെൻഡ് ടു ബാക്ക് കൊടുക്കാം. ബാക്കിലേക്ക് പോയി ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഷേപ്പ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ വെച്ച് ഇവനെ ഒന്ന് സെറ്റ് ചെയ്യാം. ഈ പോയിൻ്റ് സെലക്ട് ചെയ്ത് മുകളോട്ടാകുന്നു, ഇതൊന്ന് സെറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചതിന് ശേഷം എഡിറ്റിൽ പോയിട്ട് കോപ്പി പേസ്റ്റ് ഇൻ ബാക്ക് കൊടുക്കുന്നു. നേരത്തെ ഫ്രണ്ട് ആയിരുന്നു, ഞാൻ ബാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കളർ ഫിൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ ഈ താഴത്തെ പോർഷൻ കുറച്ചുകൂടെ ഒന്ന് രണ്ടുകൂടെ ഒന്ന് കുറച്ചുകൂടെ വലുതാക്കാം. ഓക്കെ ഈ സൈഡിലേക്കും നമുക്ക് ആ ബ്ലാക്ക് ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യാം. താഴെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ രണ്ട് ആങ്കർ പോയിൻറ്റും പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. താഴോട്ടൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ ഈ പോയിൻ്റ് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി ഇത് കുറച്ചും കൂടെ. ഓക്കെ ഇനി എഡിറ്റ് കോപ്പി എഡിറ്റ് പേസ്റ്റ് ഇൻ ബാക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തതിനു ശേഷം ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഇനി നമുക്കിതിൻ്റെ ആ മൂക്കിൻ്റെ പോർഷൻ നമുക്ക് വരയ്ക്കാൻ വേണ്ടി നമ്മളിവിടെ വീണ്ടും ഞാൻ എലിപ്സ് ടൂൾ എടുത്ത് വരച്ചു. ഒരു ഓറഞ്ച് കളറാണ്, ജസ്റ്റ് നോക്കുക. ഓക്കെ അപ്പോൾ പക്ക ഓറഞ്ച് അല്ല, ഒരു യെല്ലോ, കുറച്ച് യെല്ലോ കയറുന്നുണ്ട്. ഓക്കെ ഞാൻ കൊടുത്തു. വരച്ചതിന് ശേഷം ഞാൻ കറക്റ്റായിട്ട് സെൻറ്ററിൽ സെറ്റ് ചെയ്തു. നോക്കുക കണ്ടോ, മൂക്കിൻ്റെ ആ പോർഷൻസ് കൊണ്ടുവച്ചതിന് ശേഷം ഞാനിവിടെ പെൻ ടൂളിനകത്ത് കൺവേർട്ട് ആങ്കർ പോയിൻ്റ് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രെയിറ്റ് ആയി. ഒന്നും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു കർവ് പോലെ കിട്ടും കണ്ടോ. അതിനുശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. അതിനുശേഷം കുറച്ചൊന്ന് താഴോട്ട്. അപ്പോൾ നമുക്ക് കണ്ട ഈ സൈഡ് കോണ് പോലെ ഇരിക്കുകയാണ്. ആ പോർഷൻ നമുക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്യുക. മുകളിൽ നിന്നുള്ള ആങ്കർ പോയിൻ്റ് ഒന്ന് എഡിറ്റ് ചെയ്യുക. രണ്ട് വശവും ആൾട്ട് പ്രസ് ചെയ്തൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ നമുക്ക് ഏതാണ്ട് ഇത് കിട്ടി. ഇത് ഈ പോയിൻ്റ് കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി കണ്ടോ. നമുക്ക് ആ മുകളിലത്തെ ഒരു പോർഷൻ കുറച്ചുകൂടെ കർവ് ചെയ്യാനുണ്ട്. അത് നമുക്കിവിടെ ആങ്കർ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് കർവായിട്ട് കിട്ടും. ഓക്കെ സെൻറ്ററിലേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആ ഷേപ്പ് കിട്ടി. ഇനി ഇതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് അതിനെ ആ ഒരു ഇതൊന്ന് വലുതാക്കുക. എന്നിട്ട് കുറച്ച് താഴോട്ട് സെറ്റ് ചെയ്യുക കണ്ടോ. താഴോട്ട് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കിയിട്ട് താഴോട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ അതിനുശേഷം ഞാനത് കോപ്പി പറയുന്നു. എഡിറ്റ് പേസ്റ്റ് ഇൻ ബാക്ക് ബ്ലാക്ക് കളർ ഫിൽ ചെയ്തിട്ട് ഒന്ന് സ്കെയിൽ ചെയ്യുന്നു. ഓക്കെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷനിൽ എടുത്തിട്ട് വരയ്ക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് പോയിൻ്റ് ഒന്നും കൂടെ ഒന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ ഇനി നമുക്ക് വേണ്ടതെന്നുള്ളത് താഴത്തെ ആ പോർഷനാണ്. സെയിം ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് ഈ കളർ കോപ്പി എടുത്തിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. ട്രാൻസ്ഫോം പോയിട്ട് ഇവിടെ റിഫ്ലക്റ്റിൽ പോയിട്ട് ഹൊറിസോണ്ടൽ കൊടുത്ത് ഓക്കെ എടുത്താൽ മതി. കോപ്പി എടുക്കരുത്. കോപ്പി എടുത്ത് കഴിഞ്ഞാൽ കോപ്പി വരും. ഇത് ഏറ്റവും ബാക്ക് ലെയർ ആയിട്ട് ഇടുക. ബാക്ക് ലെയർ ഇടാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോം അറേഞ്ച് സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം എൻ്റെ കളർ കുറച്ച് ഓറഞ്ച് കളർ പോലെയാണ്. ഞാൻ ആ കളർ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് സെലക്ഷൻ ടൂളിൽ പോയിട്ട് ഞാൻ ഈ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ നോക്കുക, കുറച്ച് കർവ് ഉണ്ട്. ഈ രണ്ട് പോയിൻ്റ് ഒന്ന് കർവ് ചെയ്യുക. ഓക്കെ അതിന് ശേഷം ഞാൻ എഡിറ്റിൽ കോപ്പി എഡിറ്റ് പേസ്റ്റ് ഇൻ ബാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കളറ്
ഓക്കെ, ഇത് ശകലം അകത്തെ കളർന്ന് ശകലം ഒന്ന് ചെറുതായി കൊടുക്കുക, സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്ക് ആ താഴത്തെ ആ പോർഷൻ നമുക്ക് വരയ്ക്കണം. അതുകൊണ്ട് ഈ കാണുന്ന കളർ നമുക്ക് വരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് വീണ്ടും ഇവിടെ പോയിട്ട് എലിപ്സ് ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഞാൻ അതാ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് എവിടെ നിന്നാണ് കട്ടായി പോയേക്കുന്നത് ജസ്റ്റ് വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ റെഡ് കളറോടെ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റെഡ് കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനെന്താ ഇവിടെ നമ്മൾ പാത്ത് ഫൈൻഡർ ഉണ്ടല്ലോ, പാത്ത് ഫൈൻഡർ പോയിട്ട് ജസ്റ്റ് എന്ത് കൊടുക്കുന്നു, ഞാൻ ഡിവൈഡ് കൊടുക്കുന്നു. ഡിവൈഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും 1, 2, 3 ഡിവൈഡ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് ഈ കളറ് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇതിനെ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കളറൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്ത് പുറത്തിറങ്ങുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ഫോം അറേഞ്ച്, സെൻഡ് ടു ബാക്ക്. ഈ ബ്ലാക്ക് കളറും സെലക്ട് ചെയ്തിട്ട് അറേഞ്ച്, സെറ്റ് ടു ബാക്ക്. നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടി. ഇനി നമുക്കൊന്നുള്ള പോർഷൻ, ഞാൻ മുകളിലത്തെ ആ ഒരു പോർഷനാണ്. ഞാൻ ആ മുകളിൽ ഒന്ന് ഡ്രാഗ് സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് താഴോട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു തൂവല് മുകളിലെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ പെൻ ടൂൾ എടുക്കുന്നു. പെൻ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് വരയ്ക്കുന്നു. ഓക്കെ, നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം കറക്റ്റായിട്ടൊന്ന്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഐ ഡ്രോപ്പ് എടുത്തിട്ട് കളർ പിക്ക് ചെയ്ത് ബ്ലാക്ക് കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. റെഡ് കളർ പിക്ക് ചെയ്യുക. ഇതിനെ കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ഷേപ്പ് കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, അതിന് ശേഷം നമ്മൾ ഇത് രണ്ടും സെലക്ട് ചെയ്യുന്നു, കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കോപ്പി എടുക്കുക. എഡിറ്റ്, കോപ്പി, എഡിറ്റ്, പേസ്റ്റ് ഇൻ ബാക്ക്, ബ്ലാക്ക് കളർ, ശകലം ഒന്ന് സ്കെയിൽ ചെയ്യുക, ഒന്ന് മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടുത്തെ ബ്ലാക്ക് കിട്ടാത്ത രീതിയിൽ. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുക, എഡിറ്റ്, കോപ്പി, എഡിറ്റ്, പേസ്റ്റ് ഇൻ ബാക്ക്, ബ്ലാക്ക് കളറ്, സ്കെയിൽ ചെയ്ത് കൊടുക്കുക. സെലക്ഷൻ ഡ്രോ എടുത്തുനിന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ആ ഷേപ്പിലേക്ക് കൊണ്ടുവന്നില്ല, ജസ്റ്റ് ഒരു ഓക്കെ. ഇനി നമുക്കത് അവിടെ ഒരു എന്താണ് റെഡ് ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ കളറ് ഉണ്ട്. ഐ ഡ്രോപ്പ് വെച്ച് കളർ പിക്ക് ചെയ്യുക. പിന്നെ കോപ്പി എടുത്തിട്ട് ചെറുതാക്കി വെച്ചാൽ മതി സൈഡിലേക്ക്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ട്രാൻസ്ഫോം അറേഞ്ച്, സെൻഡ് ടു ബാക്ക് വേഡ്. ഇതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ സ്ക്വയർ ബ്രാക്കറ്റാണ്. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് ഇത് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നോക്കാതെ ഓക്കെ. ഇത് ബാക്കിൽ പോകാത്തതെന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ ഒറ്റ ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് പറഞ്ഞാൽ മതി. അൺഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ബാക്ക് പറഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് ബാക്കിലേക്ക് പോകും. ഇത്ര അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം, റിഫ്ലക്റ്റ്, പ്രിവ്യൂ, കോപ്പി പറയുക, കൊണ്ടുവയ്ക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക, ബാക്ക് പറയുക.
അപ്പോൾ നമുക്ക് കളർ ഓക്കെ. അപ്പോൾ നമ്മളൊരു ആംഗ്രി ബേഡ്സിനെ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാവരും വളരെ തുച്ഛമായ ടൂളുകൾ വെച്ച് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മൾ പഠിച്ച ടൂളുകൾ വെച്ച് ചെയ്യാനുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിലായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.